ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. മോദി സർക്കാർ വോട്ട് ചോരിയുടെ ഉൽപ്പന്നമെന്ന് INL. രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ ജനവിധിയെ അട്ടിമറിച്ച് ഉപജാപങ്ങളിലൂടെയും വോട്ട് കവർച്ചയിലൂടെയും അധികാരത്തിൽ വന്ന സർക്കാരാണെന്ന് INL ദേശീയ കൗൺസിൽ പറഞ്ഞു. SIR-ലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘപരിവാറിന്റെ വോട്ടുകൾക്ക് ഇലക്ടറൽ കോളേജ് ഒരുക്കുകയാണ്. വിശ്വാസ്യതയുടെ സർവ്വഘടനകളും ചോർന്ന സ്ഥാപനമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിക്കഴിഞ്ഞു. സുപ്രീം കോടതിയിൽ വഖഫ് നിയമനിർമ്മാണം കേസ് നിലനിൽക്കുമ്പോൾ BJP സംസ്ഥാനങ്ങൾ അന്യായമായി വഖഫ് സ്വത്തുക്കൾ തകർക്കുകയും കൈയടക്കുകയും ചെയ്യുന്നത് നിയമവ്യവസ്ഥയോടുള്ള പരസ്യമായ വെല്ലുവിളിയാണ്. ഇത്തരം സംസ്ഥാനങ്ങൾക്കെതിരെ കോടതി അലക്ഷ്യത്തിന് സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ കേരളം ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയതായും ഇതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയനും LDF സർക്കാരിനെയും യോഗം അഭിനന്ദിച്ചു. Strengthen party at all India level. We had filled up some vacancies by electing important office bearers. Among those 3 important office bearers, one is sitting beside me, Samadhan Pattasya. He is our secretary to take care of the party central headquarters as well as to assist North Indian as well as central office bearers in the state. Another important election was one senior advocate of Madras High Court, Advocate Muniruddin Sharif, elected as working president. ഇസ്രായേൽ അതിക്രമത്തിൽ തകർന്ന ഫലസ്തീനിലെ പുനർനിർമ്മിക്കുവാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്നും യോഗം വ്യത്യസ്ത പ്രമേയങ്ങളിലൂടെ ആവശ്യപ്പെട്ടു. INL ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. ഭേദഗതി ചെയ്ത INL-ന്റെ പുതിയ ഭരണഘടന അഹമ്മദ് ദേവർകോവലിന് കോപ്പി നൽകി അഡ്വക്കേറ്റ് മുനീറുദ്ദീൻ ഷെരീഫ് പ്രകാശനം ചെയ്തു. സംഘടനാ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ആക്റ്റീവ് കാൻഡിഡേറ്റ് മെമ്പർഷിപ്പുകൾ ആരംഭിച്ചു. ഇതിനായുള്ള മൊബൈൽ ആപ്ലിക്കേഷനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോറവും ഒരുക്കിയിട്ടുണ്ട്. നിലവിലെ ഒഴിവുകളുള്ള അഖിലേന്ത്യാ ഭാരവാഹി പദവികൾ നികത്തി ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് മുനീറുദ്ദീൻ ഷെരീഫ്, ഓർഗനൈസിംഗ് സെക്രട്ടറിയായി സമത് നരിപ്പറ, വൈസ് പ്രസിഡന്റ് MM മാഹിൻ ഹാജി എന്നിവരെ തിരഞ്ഞെടുത്തു. ദേശീയ അടിസ്ഥാനത്തിലുള്ള സംഘടനാ തിരഞ്ഞെടുപ്പിന്റെ കലണ്ടർ അംഗീകരിച്ചു. ഡിസംബർ 15-ന് ആരംഭിച്ച് ജനുവരി അവസാനത്തിൽ പൂർത്തിയാക്കുന്ന രൂപത്തിൽ ജില്ലാ, സംസ്ഥാന, ദേശീയ കമ്മിറ്റികൾ നിലവിൽ വരും. നിലവിൽ മെമ്പർഷിപ്പ് പ്രവർത്തനം പൂർത്തിയാക്കിയ കേരളത്തിലെ ജില്ലാ കൗൺസിലർമാർ മുതൽ ഡിജിറ്റൽ മെമ്പർഷിപ്പിന്റെ ഭാഗമാകും. പോഷക സംഘടനകളെ ദേശീയ അടിസ്ഥാനത്തിൽ പുനർസംഘടിപ്പിക്കുവാനും അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസ് സേഠ് സാഹിബ് സെന്റർ ഡൽഹിയിൽ ആരംഭിക്കാനും തീരുമാനിച്ചു. അഹമ്മദ് ദേവൻകോവിൽ MLA, ഖാസിം ഇരിക്കൂർ, B ഹംഹാജി, MA ലത്തീഫ്, CP അൻവർ സാദത്ത്, മൊയ്തീൻ കുഞ്ഞിക്കളനാട്, ഡോക്ടർ ഷമീന മെഹദാബ്, അഡ്വക്കേറ്റ് മുനീറുദ്ദീൻ ഷെരീഫ്, നാഗൂർ മീരാൻ, NG സദാൻ അഹമ്മദ്, വസീം അക്രം, അഡ്വക്കേറ്റ് അൽതാഹ് അഹമ്മദ്, സലാഹുദ്ദീൻ ഹുസൈൻ, മുർത്തദ നഖ്ഷബന്ദി, തസ്നീം ഷാജഹാൻ, അസ്കർ റഫീഉദ്ദീൻ, റാഫി അഹമ്മദ്, മുഹമ്മദ് ഷാ, ഫഹീം, റയീസ് തുടങ്ങി 12 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. Observing Ibrahim Sulaiman Seth Sahib remembrance event yesterday, that is on 3rd March he was born, 3rd November he was born. ന്യൂസ് ബ്യൂറോ, കൊച്ചി.